இந்த லால் சார் இல்லையா சார், அவர் மோகன்லால் சார், அவர் கையெல்லாம் இப்படி 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 நடுங்கு சார். ഒരു കൈ சொல்லிட்டா സാർ. എനിക്ക് അന്നും ഇന്നും എന്നും ഇഷ്ടം അഭിനയമാണ്. അഭിനയത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ആഗ്രഹം. അതിൽ പറഞ്ഞേക്കണൊക്കെ ഏകദേശം നമ്മുടെ വീട്ടിലുണ്ടായ സംഭവം തന്നെയാണ്. അതെ അതെ, മറ്റേ പക്ഷെ നിക്കറിന്റെ പരിപാടി ഇല്ലെന്നേ. ഞാൻ സത്യമായിട്ടും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഒരുപാട് ഡയലോഗുള്ള സീരിയൽ ദൈവമേ മമ്മൂക്കിയിട്ട് തരല്ലേ, മമ്മൂക്ക എന്നെ കണ്ടുപിടിക്കും. മീൻസ് ഇവൻ പോരല്ലാന്ന് അങ്ങനെ നമുക്ക് തോന്നിയാൽ തീർന്നില്ലേ. അവിടെ പഠിക്കുന്ന സമയത്ത് ഞാൻ വായി നോക്കാൻ പോയ സ്ഥലമാണിത്. അവിടെയാണ് നമ്മൾ പിന്നെയും പോയേക്കുന്നത്. അതേപോലെ പഠിച്ച് ചെയ്താണ് പുള്ളി. എന്റെ കൂടെ നടന്ന് എന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ചേട്ടൻ എപ്പോഴും ഒരു ക്യാരക്ടറിനെ പഠിക്കുന്നത് അങ്ങനെയാണ്. എയറിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയത് എനിക്ക് അല്ലടോ, ട്രോളിട്ട് നമ്മളെ കൊല്ലൂലേ. ഞാൻ ഇതുവരെ അറസ്റ്റഡ് ആയിട്ടില്ല. അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനേ എന്നിറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മുടെ മൃഗേല പുലിയുടെ അവസ്ഥയാണ്. എപ്പോഴാ ഇറങ്ങണേന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സംഭവം പുലി ഉണ്ട് അവിടെ. ഈ കള്ളന്മാരൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളവരൊക്കെയാണ് കൂടുതൽ വന്ന് പറഞ്ഞേക്കണത്. അവർക്ക് ചിലപ്പോൾ എന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞായിരിക്കും. എങ്ങനെ എനിക്ക് മനസ്സിലായില്ലല്ലേ. കള്ളന്മാരെന്നെ കണ്ട് തിരിച്ചറിഞ്ഞായിരിക്കും പറഞ്ഞാൽ ഞാൻ കള്ളനാന്നല്ലോ. ദൈവം ഇതൊക്കെ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു നോക്കേണ്ട ഗതിയാണല്ലോ. തമാശ കേൾക്കുന്നില്ല എന്നെ. ഹായ് ഗൈസ്, വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. എൻ്റെ പേര് ആൻ. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പമുള്ള ഗസ്റ്റ് ഒരു സകലകലാ വല്ലഭനാണ്. ഇദ്ദേഹം എഴുതും, ഡയറക്റ്റ് ചെയ്യും. ഇപ്പോൾ ഡയറക്ഷനിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. പാട്ട് പാടും, അഭിനയിക്കും. അപ്പോൾ ബിപിൻ ചേട്ടാ, വെൽക്കം ടു ദി ഷോ. ഹായ്, നമസ്കാരം. നമസ്കാരം ചേട്ടാ. ഇപ്പൊ മോഡലിംഗും തുടങ്ങിയോ? എന്ത് പറ്റി? അല്ല, ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് കണ്ടു, റാംപ് വാക്കിന്റെ ഫോട്ടോസ്. അത് മോഡലിംഗ് തുടങ്ങിയില്ല. ഒരു അമ്രു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെടിക്കെട്ടിൽ അഭിനയിച്ചൊരു പയ്യനുണ്ടായിരുന്നു. അപ്പൊ അവൻ ചേട്ടാ ഒന്ന് വരൂ, ഒരു വാക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വാക്ക് ചെയ്യാൻ വിളിച്ചപ്പോഴേക്കും എനിക്ക് ഭയങ്കര അത്ഭുതവും ക്യൂരിയോസിറ്റി ഒക്കെ തോന്നി. എന്താന്ന് വെച്ചാല് നമ്മുടെ നടപ്പ് ഫാഷനായിട്ട് വരികയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ അവിടെ പോയി ചെയ്താണ്. പക്ഷെ അത് നല്ല വൈറലായി. അതെ, അത് വ്യത്യാസമുള്ള ഒരു കാര്യല്ലേ. അപ്പൊ ചേട്ടാ, ഈ കല ചെറുപ്പം തൊട്ടുള്ളതാണല്ലേ? സ്കൂൾ കാലം തൊട്ട് സ്റ്റേജില് ആക്റ്റീവ് ആയിരുന്നോ? ആണ്. 1ാം ക്ലാസ് മുതൽ, എൻ്റെ അറിവിൽ 1ാം ക്ലാസ് മുതൽ പാട്ടും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 6ാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കും പാട്ടങ്ങട് സൈഡ് ഒതുക്കി. പാട്ടിൽ നിന്നാണ് തുടങ്ങിയത്? പാട്ടിൽ നിന്നാണ് തുടങ്ങിയത്. പാട്ട്, പ്രസംഗം, അങ്ങനെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പൊ ചേട്ടാ, ഈ മിമിക്രി ചെയ്യാറില്ലേ? നമുക്ക് വേണ്ടി ഒരു മിമിക്രി ചെയ്ത് കാണിക്കാവോ ഏതെങ്കിലും? ഇപ്പൊ പുതിയതായിട്ട് വേണമെങ്കിൽ ഞാൻ ഇപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുതിയ സാധനങ്ങൾ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം കോളേജുകളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതല്ല. ഇപ്പൊ വിജയ് സേതുപതിയുടെ ഒന്ന് விக்ரம் சார், விக்ரம் சார், ஒரு கை சொல்லிட்டா சார், ஒரு கை சொல்லிட்டா. இந்த லால் சார் இல்லையா சார், அவர் மோகன்லால் சார், அவர் கையெல்லாம் இப்படி 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 நடுங்கு சார். ഒരു കൈ சொல்லிட்டா സാർ. അടിപൊളി, താങ്ക് യു. ശരിക്കും അടിപൊളിയാണ്. അല്ലെങ്കിൽ ഞാനിത് സ്റ്റേജ് ചെയ്യുമ്പോൾ എന്നെ കൂവരുത് കേട്ടോ. താൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തതെന്ന് പറയാ. ഞാൻ കൂവത്തില്ല. അപ്പൊ ഈ മുഖമൊക്കെ അതുപോലെ തന്നെ വരുന്നുണ്ടല്ലോ, മാനറിസവും ശബ്ദം മാത്രം. പുള്ളിയുടെ ടോണിലൊരു ഒരു പിടുത്തമുണ്ട് നാവിന്. நம்ம பேசும்போது அவர் எல்லாம் வேற லெவலில் இருக்குவா. உங்களுக்கு வேற வேறங்க வச்சுக்க അല്ലെങ്കിൽ വിട്ടിருக்கு. അപ്പൊ ഇങ്ങനൊരു സാധനമാണ്. അപ്പൊ അതങ്ങനെ ചെയ്യുമ്പോ അങ്ങനെ തന്നെയാണ്. അപ്പൊ ചേട്ടാ, നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. ഇത് ഒരു ഗെയിമാണ്. നെവർ ഹാവ് ഐ എവർ കളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഞാനൊരു സെന്റൻസ് പറയും. ഇത് ചേട്ടൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഹാവ്, അതിന്റെ ഒരു സൈഡ് ഐ ഹാവ് ആണ്, മറ്റേ സൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ നെവർ. ഇത് ഐ ഹാവ് നെവർ. അതിന്റെ കാരണം പറയണം. ഞാൻ ഇതുവരെ എൻ്റെ എല്ല് ഒടിച്ചിട്ടില്ല. ഐ ഹാവ്. എപ്പോഴാ എല്ല് ഒടിഞ്ഞത്? ആ കഥ. ഞാനൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ക്രിക്കറ്റ് കളിച്ചിട്ട് വീണിട്ട് എൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ ഒടിവ്. പിന്നെ ഒടിവും ചതവും ഒക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഫൈറ്റ് ചെയ്യുമ്പോൾ ചതവ് ഉണ്ടാവാറുണ്ട്, നടക്കുമ്പോൾ ചതവ് ഉണ്ടാവാറുണ്ട്, ഡാൻസ് കളിക്കുമ്പോൾ ചതവ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ സ്ഥിരമുള്ളതാ ഇഞ്ചറി. ഞാൻ ഇതുവരെ എന്നെ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടില്ല. ഐ ഹാവ്. അമർ അക്ബർ ധോണി വന്നപ്പോൾ തന്നെ ഞാൻ നോക്കിയായിരുന്നു ഗൂഗിൾ ചെയ്ത്.
ആദ്യം എന്താണ് ഏതോ ഒരു ഗുസ്തിക്കാരന്റെ ഫോട്ടോ ഒക്കെ വന്ന്, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ വന്ന് കുറച്ച് ആൾ കഴിഞ്ഞു സിനിമ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ എപ്പോഴാ വിക്കിപീഡിയ പേജ് ഒക്കെ വന്ന്? അത് കഴിഞ്ഞിട്ടാ? അത് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ബോംബ് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു വിക്കിപീഡിയ പേജ് ഒക്കെ വന്ന്. ഞാൻ ഇതുവരെ സോളോ ട്രിപ്പിന് പോയിട്ടില്ല. ഒറ്റയ്ക്കോ? നെവർ. അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് എനിക്ക്. ബോറടിക്കും. ബോറടിക്കാൻ മാത്രമല്ല, എന്താ പറയുന്നത്, എനിക്ക് എൻ്റെ ആരെങ്കിലും കൂടെ വേണം, കൂട്ടുകാരോ വീട്ടുകാരോ ആരെങ്കിലും ഇല്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. വർത്താനം പറയാനും കാര്യമുണ്ട്. അപ്പോ എവിടെയൊക്കെ യാത്ര പോയിട്ടുണ്ട്? ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പരിപാടിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അമേരിക്കയിൽ പോയിട്ടുണ്ട്, ദുബായി പോയിട്ടുണ്ട്. അങ്ങനെ GCC, അമേരിക്ക. ഇപ്പം ഞങ്ങൾ ഇനി ജൂണിൽ ഓസ്ട്രേലിയയിൽ പോകുന്നുണ്ട് പരിപാടിക്ക്. പക്ഷെ ഇതിലൊക്കെ നമുക്ക് സന്തോഷം തന്നെ ഒരുപാട് വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സ്ഥിരം പോകുന്ന ഒരു സ്ഥലമുണ്ട്, നമ്മുടെ ചാത്തനാട്. പുട്ടും കട്ടിപ്പരിപ്പും കിട്ടുന്ന മോഹൻചേട്ടൻ്റെ കടയിൽ പോകാറുണ്ട്. പിന്നെ അങ്ങനത്തെ 3-4 സ്പെഷ്യൽ പുട്ട് ഉള്ള സ്ഥലം എനിക്കറിയാം. കളമശ്ശേരിയിലൊരു ഉഗ്രം പുട്ടും കടയും കിട്ടുന്ന കടയുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ മാഞ്ഞാലി ഒരു ഉഗ്രം സ്പോട്ടുണ്ട്. അവിടെയൊക്കെ സ്ഥിരം പോലുള്ള. ഞാൻ ഇതുവരെ പ്രേതത്തെ കണ്ടിട്ടില്ല. നെവർ. വിശ്വാസം ഉണ്ടോ പ്രേതത്തില്? സോൾ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവും. പക്ഷെ ഈ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ നമ്മൾ ഉപദ്രവിക്കാൻ മാത്രമുള്ള സംഭവം ഉണ്ടാവുന്ന എനിക്ക് അറിയത്തില്ല. ഇല്ല. അങ്ങനത്തെ സിനിമകൾ കാണാറുണ്ടോ പ്രേത? അയ്യോ, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര പേടിയാണ്. എന്നോട് വിഷ്ണു എപ്പോഴും പറയും കോൺജറിങ് ഒക്കെ കണ്ടിട്ടേ അവന് ഭയങ്കര ഒരു ഇതുപോലെ. പക്ഷെ ഞാനിങ്ങനെ വിളിച്ചോണ്ട് വന്ന് കാണിച്ചിട്ട് ഞാൻ സ്വയം പേടിക്കും. എനിക്ക് ഭയങ്കര പേടിയാ. അത് എന്തിനാണെന്ന് അവൻ ചോദിക്കും. അപ്പൊ ഞാൻ ചോദിക്കും, അപ്പൊ വീഗാലാൻഡ് റൈഡ് പോകണ എന്തിനാ? നമ്മൾ പേടിക്കൂല, ഇങ്ങനെ നമ്മൾ പൈസ കൊടുത്ത് കയറിയിട്ട് പേടിക്കുകയല്ലേ, അത്രേ ഉള്ളൂ. ഫോണിലാണെന്ന് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ആരുടെയെങ്കിലും മുമ്പിൽ വെച്ച്. ഫോൺ വിളിക്കുവാണെന്ന് ഇല്ല. തട്ടിപ്പ് പരിപാടി വളരെ കുറവാ. എന്ത് കാര്യത്തിനാണെങ്കിലും സ്ട്രെയിറ്റ് പറയലാണ് നമ്മുടെ ഒരു. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഊരി പോവാൻ വേണ്ടി അങ്ങനെ ചെയ്യേണ്ട വന്നിട്ടില്ല? ഇല്ലടോ, എനിക്ക് സത്യമായിട്ട് ഓർമ്മയില്ല അങ്ങനെ. എനിക്ക് ഇതുവരെ നെഗറ്റീവ് ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ഉണ്ടായിട്ടില്ല. ഐ ഹാവ്. എപ്പോഴായിരുന്നു അത്? കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണോ? കോളേജിൽ പഠിക്കുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ടേ ഇല്ല. എനിക്കൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ ഇഷ്ടം പോലെ കാണിച്ചോണ്ടിരിക്കണ്ടില്ലേ. സീരിയസ്ലി ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ ആ സമയത്തൊക്കെ? എനിക്ക് പൈസക്ക് ഞാൻ ഭയങ്കര ലളിതമായിട്ട് ജീവിക്കുന്ന ഒരുത്തനാണ്. അതായത് ഭയങ്കര കാറുണ്ട്. കാറ് മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു ആഡംബരം എന്ന് പറയുന്ന ഒരു സാധനമുള്ളൂ ലൈഫിൽ. ഒരുപാട് വലിയ ഡ്രസ്സുകൾ മേടിക്കുക അല്ലെങ്കിൽ അങ്ങനെ പരിപാടികൾ, ബ്രാൻഡിനോട് താല്പര്യമില്ല. എനിക്ക് ഭാഗ്യത്തിന് കിട്ടിയേക്കണ വൈഫ് ആണെങ്കിലും അമ്മച്ചാണെങ്കിലും ഒക്കെ അങ്ങനെ ഉള്ള. കൂട്ടുകാരായിട്ട് ഫുഡ് അടിക്കുക എന്നുള്ളതൊരു സന്തോഷമായിട്ട് കാണുന്നുള്ള. അതിൻ്റെ അപ്പുറം ഒരു ആഡംബരവും ഇല്ല. നമ്മുടെ ബാക്കി കാര്യങ്ങൾ നടന്നു പോകണ കാശ് മതി എനിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം. അത് കിട്ടിയാൽ മതി. പക്ഷേ ഈ പറഞ്ഞ പോലെ അക്കൗണ്ടിൽ ഇങ്ങനെ എന്തെങ്കിലും ഭയങ്കരമായിട്ട് താഴോട്ട് പോകുമ്പോൾ എവിടെ നിന്നെങ്കിലും എനിക്കൊരു പൈസ വന്നിരിക്കും. അതെൻ്റെ വിശ്വാസമാണ്. ഇതുവരെ അത് തെറ്റിയിട്ടുമില്ല. അങ്ങനെ സംഭവിക്കാറുണ്ട് ഇഷ്ടം പോലെ, എപ്പോഴും സംഭവിക്കും. എനിക്ക് തോന്നണതേ എല്ലാ ആളുകൾക്കും അങ്ങനെ തന്നെ അല്ലേ? എനിക്കറിയത്തില്ല താൻ വെൽത്തിയാണോന്നൊക്കെ എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന എൻ്റെ എല്ലാ ആളുകളെയും, സാധാരണക്കാരനായ മിഡിൽ ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ളവരെ എല്ലാ ആളുകൾക്കും എല്ലാവരും ഒരു പ്രത്യേക രീതിയിലുള്ള ജീവിതം നയിച്ചു പോയിട്ട് അപ്പം നമ്മൾ വിചാരിക്കും, ദൈവമേ അടുത്ത കുറച്ച് മറ്റേ മേഡമുള്ള കല്യാണം കേട്ടോ, അവിടെ ഇത്ര സാധനങ്ങൾ കൊടുക്കണം, എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ എവിടെ നിന്നെങ്കിലൊക്കെ അത് അറേഞ്ച്ഡായിട്ട് കാര്യങ്ങൾ നടന്നു പോകണില്ലേ? ശരിയാ. ആരാണ് ഇവിടെ എന്താണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ അഴകൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഏറ്റവും നല്ലൊരു ഡയലോഗ് ഉണ്ട്, മിമിക്രിക്കാർക്ക് പെണ്ണ് കെട്ടി കൊടുക്കൂല എന്ന് പറയും അമ്മായച്ചൻ. അതെന്ന് വെച്ചാൽ ആ പെണ്ണ് കാണാൻ വന്നത്. അപ്പോൾ ആ നായകൻ മിമിക്രിക്കാരുണ്ട്. അപ്പോൾ നായകൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, സർക്കാർ ജോലി എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ ജോലി ഇവിടെ ഉള്ളത്, ഇവിടെ എല്ലാവരും ജോലിക്കാരാണ്. എൻ്റെ അറിവിൽ ഇതുവരെ ഒരു മിമിക്രിക്കാരൻ്റെ ഭാര്യ പട്ടിയുടെ നീ എത്തിട്ടില്ല എന്ന് പറയുന്ന പോലെ ഉണ്ട്. ഇവിടെ എല്ലാവരുടെയും കാര്യങ്ങൾ ദൈവം കൃത്യമായിട്ട് നടത്തിക്കൊണ്ടുപോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കഥ പറയാമോ? ഇതുപോലെ നെഗറ്റീവ് അക്കൗണ്ടിൽ പൈസ ഇല്ലാതായിട്ട് ആരെങ്കിലും വന്ന് സഹായിച്ചോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ കിട്ടി അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എനിക്ക് തിരുമാലിയുടെ സമയത്ത്, തിരുമാലി ഇറങ്ങാൻ വേണ്ടിയിട്ട്
ശരിക്കും പറഞ്ഞ ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ലോക്ക്ഡൗൺ തന്നെയാണ്. നമ്മൾ അതുവരെ ഉണ്ടാക്കി വെച്ചതും എല്ലാം ഇങ്ങനെ സോഴ്സ് പോകുമല്ലോ. പിന്നെ എനിക്ക് കുറച്ച് ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കുന്ന പരിപാടി ഉണ്ട്. ഗൂഗിൾ പേ വന്നതിന് ശേഷം അത് എല്ലാവർക്കും ഇത്തിരി കൂടിയിട്ടുണ്ടാവും. നിങ്ങൾക്കാണെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും വിളിച്ചിട്ട് ഒരു 5000 രൂപ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താനാണെങ്കിലും ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഇട്ട് കൊടുക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ തിരുമാലി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് ആ കൊല്ലമൊക്കെ ഇങ്ങനെ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് പോയി. എല്ലാവരെയും പോലെ തന്നെ കേട്ടോ, ഞാൻ മാത്രമല്ല, ഞാനിത് തുറന്ന് പറയുന്നതേ ഉള്ളൂ. എല്ലാവരെയും പോലെ പോയി. അപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എനിക്ക് നെക്സ്റ്റ് ഇപ്പോൾ ബിജു മത്തായി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ വന്നിട്ട് റാഫി സാറ് തിരക്കഥയിൽ ഹരിദാസ് സാറില്ലേ ഇന്ദ്രപ്രസ്ഥമൊക്കെ ഡയറക്റ്റ് ചെയ്ത അദ്ദേഹത്തിൻ്റെ പടം അഡ്വാൻസ് വന്ന് വീണു. അപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നി. ഞാൻ ദൈവത്തിനോട് നന്ദി പറഞ്ഞു. ഞാൻ ഇതുവരെ അറസ്റ്റഡ് ആയിട്ടില്ല. അയ്യോ I have. അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ക്രൈമൊന്നും അല്ലോ. കാക്കനാട് നിലമ്പഴിഞ്ഞോള്, അതായത് ഇവിടെ നമ്മൾ ഈ നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട് ഉണ്ടായിരുന്നത്, നിലമ്പഴിഞ്ഞോളിൽ. അപ്പൊ അന്ന് അവിടെ പൈപ്പ് വരാൻ വേണ്ടിയിട്ട് നാട്ടുകാരൊക്കെ ഒരു സമരം നടത്തി. അപ്പൊ അതില് അന്ന് ഞങ്ങൾ കുറച്ച് നാട്ടുകാരെ എല്ലാവരെയും പോലീസ് പിടിച്ചിട്ട് പോയി. ഇവിടെ തൃക്കാക്കര ഇതില് എല്ലാവരും പിടിച്ചിട്ട് പോയി. അപ്പൊ ഒരു ജനപ്രക്ഷോഭം വരുന്നത്. പക്ഷെ ഞാൻ ആ ജീപ്പിലിരുന്നിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കോൺസ്റ്റബിള് എന്നോട് മറ്റേ സ്റ്റാർ അനുകരിക്കാൻ പറഞ്ഞതും ഞാൻ അതിൻ്റെ ഉള്ളിലിരുന്ന് മിമിക്രി ചെയ്തതൊക്കെ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയോ? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അവിടെ തന്നെ അപ്പൊ തന്നെ ഒന്ന് ആൾക്കാരെ ഇറക്കി. ജയിലിലോ? ഏയ് ജയിലൊന്നും ഇല്ല ദൈവമേ. എങ്ങനെയുണ്ടായിരുന്നു ജയില് കണ്ടതും? ജയിൽ അതിന് മുമ്പും കണ്ടിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലൊക്കെ ഇറക്കാനൊക്കെ ആയിട്ട് പോകുമല്ലോ. അങ്ങനെ സിനിമയിലൊക്കെ കാണുന്ന പോലെയാണോ ശരിക്കും? ഞാൻ ഇഷ്ടംപോലെ തവണ ഈ സ്റ്റേജ് കലാകാരനായതുകൊണ്ട് ഇഷ്ടംപോലെ തവണ ഞാൻ ജയിലുകളിൽ പ്രോഗ്രാം ചെയ്യാറുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ഇതിന് ചെയ്തു, നമ്മുടെ ക്രിസ്മസിന് തൊട്ട് മുമ്പ് ചെയ്തു ഞങ്ങള് ജയിലിൽ പോയിട്ട്. പോകരുത്, ആർക്കും ഒരു ഗതി വന്നാലും പോകരുത്. ഭയങ്കര നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും. കാരണം നമ്മൾ പുറത്ത് വെളിച്ചം കാണാതെ ഇങ്ങനെ കിടക്കല്ലേ. അത് ആലോചിച്ച് നോക്കി, ചിലപ്പോൾ ഒരു നിമിഷത്തെ തെറ്റുകൊണ്ട് ചെയ്തവരായിരിക്കാം, ചിലവർ ഓൾറെഡി ബ്ലഡിൽ ക്രിമിനൽ ഉള്ളവരായിരിക്കാം, ചിലവർ വന്ന് നമ്മളോട് പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ വന്ന് പറയൂലേ. ഏറ്റവും വലിയ ഇത് എനിക്ക് വിഷമം തോന്നിയത് ഈ പ്രാവശ്യമൊക്കെ പോയപ്പോൾ ഉള്ള വിഷമം തോന്നിയെന്ന് വെച്ചാൽ ചെറിയ പെൺകുട്ടികളൊക്കെ ഈ അങ്ങനെ ആൺപിള്ളേരും പെൺപിള്ളേരൊക്കെ മറ്റേ ഇതിൻ്റെ കേസിലൊക്കെ വന്നിട്ട് കിടക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഇത്രയും പ്രായമുള്ള ഓരോന്നൊക്കെ മനസ്സിലായില്ലേ, ചെറുപ്പക്കാർ അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട് അതിൽ. അത് കണ്ടപ്പോൾ ഒരു വലിയൊരു എല്ലാ പ്രാവശ്യം പോലെ അല്ലായിരുന്നു, ഈ പ്രാവശ്യം എനിക്ക് ഇത്തിരി വിഷമമായി. ഉണ്ടായിരുന്നു. അത് എന്താന്ന് വെച്ചാൽ ഈ മറ്റേ മയക്കുമരുന്ന് കഞ്ചാവ് കേസിൽ പെട്ടവരാണ് കൂടുതൽ. അവരൊക്കെ ചേട്ടന്റെ ഷോ എൻജോയ് ചെയ്യാറുണ്ടോ? അല്ല, അവര് ഒന്ന് സംസാരിക്കാറുണ്ടോ? ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വന്ന് പറയാറുണ്ടോ? കുറച്ചുപേരൊക്കെ ഒന്ന് പറയാറുണ്ട്. പക്ഷെ ആ സെക്ഷനിലൊക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നു പറഞ്ഞത്. അല്ലാതെ ഈ കള്ളന്മാരൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളവരൊക്കെയാണ് കൂടുതൽ വന്ന് പറഞ്ഞേക്കണത്. അവർക്ക് ചിലപ്പോ എന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞായിരിക്കും. എങ്ങനെ എനിക്ക് മനസ്സിലായില്ലല്ലേ? കള്ളന്മാർ എന്നെ കണ്ട് തിരിച്ചറിഞ്ഞായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ കള്ളനാന്നല്ലോ. ഇതൊക്കെ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ട ഗതിയാണല്ലോ. തമാശ കേൾക്കുന്നില്ല എന്നെ. ഈ ഇന്റർവ്യൂവില് ഞാൻ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല. അയ്യോ സോറി, എനിക്ക് തോന്നി ചേട്ടന്റെ വർത്തമാനം കേൾക്കുമ്പോൾ തന്നെ. ഞാൻ എന്തിനാണ് കള്ളം പറയണേ? ഓക്കെ ചേട്ടാ, ഇനി നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. ഇവിടെ ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കും, ചേട്ടന്റെ ഫോട്ടോസ്. അപ്പൊ ഇതിന് പിന്നിലത്തെ കഥയോ അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള കൂടെ നിൽക്കുന്നവരെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ. ആദ്യം തന്നെ ഇദ്ദേഹം ഇല്ലാതെ നമുക്ക് ചേട്ടന്റെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റില്ല. പങ്കാളി അതെ, വിഷ്ണു എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു നടനായാലും എഴുത്തുകാരനായാലും ഇപ്പോൾ ഡയറക്ടറായാലും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നുകൊണ്ടാണ് എന്ന് മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ നമുക്ക് ചിലപ്പോൾ ഈ രണ്ട് എഴുത്തുകാരാകുമ്പോൾ ഇതാവുമ്പോൾ ചിലപ്പോഴെങ്കിലും എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറഞ്ഞ് തിരുത്താനുള്ള ആളുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ സൗഹൃദ വലയങ്ങളിൽ ഒരിക്കലും വിഷ്ണു ഞാനും അവർക്ക് വേറെ ആളുകളല്ല. പുറത്തുള്ള ഒരാൾ ഇന്നേ വരെ എന്നോട് വന്നിട്ട് വിഷ്ണുവിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ ഞാനും കൊടുക്കും.
അവരും കൊടുക്കും. അത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അത്രയും നല്ല എന്ത് കാര്യവും കൂടെ നിൽക്കുന്ന ഒരുത്തനാണ്. നിങ്ങളുടെ പേര് തന്നെ ആളുകൾ ഒരുമിച്ചാ പറയുന്നത്. വിപിൻ ജോർജ് ആൻഡ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ. അപ്പോൾ നിങ്ങളാണ് മലയാള സിനിമയിൽ ഈ വാക്കുകളൊക്കെ ഇവിടെ എഴുതിയിരിക്കുന്ന ഹാപ്പി ബർത്ത്ഡേ ഡിയർ പങ്കാളി, അതെ, പങ്കാളി, സഹോ, ഇതൊക്കെ നിങ്ങൾ ദാരിദ്ര്യം, അന്തസ്, ഇപ്പൊ ആളുകള് പറയുന്ന രതീഷ്, നമ്മള് രതീഷിനെ മറന്നുപോയി. എടോ, കട്ടപ്പന ഋത്തിക് റോഷനിലെ പഴംപൊരിയുടെ രതീഷ് എന്നാണ് ലോകത്തിലെ എല്ലാവരും പറയുന്നത്. ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോഴേക്കും അവിടുത്തെ റെസ്റ്റോറന്റിൽ കൊണ്ടുവന്ന് വന്നിട്ട് പറഞ്ഞത് രതീഷ്. ഇത് നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കുകളാണോ? അങ്ങനെയല്ല, ചില കാര്യങ്ങൾക്ക് ഉണ്ടാക്കുന്നതാണ്. സഹോ നമ്മൾ നേരത്തെ ഉപയോഗിച്ചോണ്ടിരുന്ന ഈ പടം എന്നെ വണ്ണം നോക്കിയാല് അതില് ചേട്ടന്റെ എക്സ്പ്രഷൻ എന്താ? ദുൽഖർ ചേട്ടനെ ഇക്കിളി എടുക്കുമായിരുന്നു. ഞാൻ DQനോട് പറഞ്ഞേ, ദുൽഖർ സൽമാൻ ചെറുതാക്കിയിട്ട് DQ എന്നിട്ട് ഇപ്പൊ ബിബിൻ ജോർജ് ചെറുതാക്കിയിട്ട് ബാർബിക്യൂ ഇട്ടോട്ടെ എന്ന് ചോദിച്ചു. മീൻസ് വെറുതെ കോമഡിക്ക് ചോദിച്ചതാ. അപ്പൊ പുള്ളി മര്യാദക്ക് ഇക്കടാന്ന് പറഞ്ഞ് ഒന്ന് ഇക്കിളിയാക്കിയപ്പോ ചെയ്ത സാധനമാണ്. ഇപ്പൊ ഈ സിനിമയില് നിങ്ങൾ തന്നെ തീരുമാനിച്ചാണോ ദുൽഖറിനെ വിളിക്കാൻ? എന്റെ ദൈവം, ഇതൊക്കെ എന്ത് ചോദ്യമാണ്? ഞങ്ങളുടെ ഒരു ഭാഗ്യല്ലേ പുള്ളിനെ കുറിച്ച് ചെയ്യല്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ദുൽഖറിനെ തന്നെ കാസ്റ്റ് ചെയ്യാൻ? അതെ, ആ ക്യാരക്ടറിന് പറ്റിയ ആളായിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ്. അങ്ങനെയല്ലേടോ, നമ്മളൊരു കഥ എഴുതുമ്പോൾ ചിലർ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ആ ഒരു രീതിയിൽ, കാരണം ആ പടത്തിൽ എല്ലാ പെണ്ണുങ്ങളെ സ്നേഹിക്കുന്ന ഒരാളെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുറകെ കിടക്കുന്ന ഒരു ക്യാരക്ടർ അല്ലേ. അപ്പൊ അതുകൊണ്ട് DQ. എങ്ങനെയുണ്ടായിരുന്നു ദുൽഖറിന്റെ കൂടെ നേരിട്ട് കണ്ടപ്പോഴും ഷൂട്ടിംഗ് ചെയ്തപ്പോഴും? ഭയങ്കര നല്ലൊരു മനുഷ്യനാണ്. ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാ, ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. പിന്നെന്താന്ന് വെച്ചാൽ എന്നോട് എപ്പോഴും ഈ ഒരു കുസൃതി ഉണ്ട് പുള്ളിക്ക്. ഞാനുള്ള പടത്തിൽ വില്ലൻ കണ്ടിട്ടുണ്ടോ പടം? ഞാൻ അപ്പൊ ആ പടത്തിൽ വില്ലൻ ഞാനായിട്ട് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ എപ്പോഴും തമാശ പറഞ്ഞിട്ടിരിക്കണവരാ. എന്നിട്ട് ഞാനും പുള്ളിയും കൂടി ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇങ്ങനെ നിന്നിട്ട് എന്നെ അങ്ങനെയൊക്കെ നോക്കിയിട്ട് കട്ട് പറയുമ്പോ പുള്ളി ചിരിച്ചിട്ട് നിന്നെ എന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ പറ. അത്രയും രസമുള്ള ഒരാളാണ്. ശരിക്കും സംസാരിക്കുന്ന ആളാണോ അതോ ക്വയറ്റ് ആയിട്ടുള്ള ആ ഒരു ദുൽഖറിനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? ഒരു കുഴപ്പമില്ല, നന്നായിട്ട് സംസാരിക്കുന്ന ആളാ. അത് രാജുവേട്ടനും അതെ, രാജുവേട്ടൻ നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. രാജുവേട്ടനൊക്കെ അടിപൊളിയായിട്ട് തമാശ പറയുന്ന ആൾക്കാരാ. ഈ ഫോട്ടോ ഇതൊരു പഴയ ഫോട്ടോ ആണല്ലേ? പഴയ ഫോട്ടോ ആണ്. ഇവിടെ 98 കിലോ ആണത്. ശരിക്കും? സീരിയസ്ലി, 21 വയസ്സില്. ഓ, കണ്ടാ ഇപ്പത്തേക്കാളും പ്രായം തോന്നും. ചെറുപ്പം. 22 21 വയസ്സിലുള്ളതാ. അത് ഞാൻ പറഞ്ഞില്ല, ആ സമയത്ത് എഴുത്ത് തുടങ്ങിയായിരുന്നേ, പിന്നെ സ്റ്റേജ് പരിപാടി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഷവർമ്മ വന്നു തുടങ്ങിയ സമയവും കൂടിയാ. അപ്പൊ ഞാൻ സ്റ്റേജ് പരിപാടിക്ക് പോയാലും ഞങ്ങൾ ഇവിടെ പോയാലും രാത്രി പരിപാടി കഴിഞ്ഞിട്ടായാലും ഷവർമ്മയായിരുന്നു. കഴിച്ച് ഒരു തീരുമാനമായി. പിന്നെ എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി ചോറ് തിന്നും. അമ്മിച്ചർ ഫുഡ് ഇഷ്ടമാണ്. അമ്മ നല്ല കുക്കായിരുന്നു. ഉഗ്രൻ ആയിരുന്നു. ആണ്. ഇപ്പൊ അമ്മയാണോ വെച്ചിരുന്നത് അതോ അമ്മിച്ച തന്നെയാണ് കൂടുതൽ ഭക്ഷണം ഇത് ചെയ്യണത്? കാരണം കുഞ്ഞ് നല്ല ഓട്ടക്കളമുള്ള 3 വയസ്സല്ലേ. അപ്പൊ അവളുടെ പുറകെ ആയിരിക്കും എപ്പോഴും. എന്നാലും അവളും ഗ്രീഷ്മ നന്നായിട്ട് കറിയൊക്കെ ഉണ്ടാക്കും. ചേട്ടൻ കുക്ക് ചെയ്യോ? ഞാൻ കുക്ക് ചെയ്യും. ഞാൻ മീൻകറി ഉണ്ടാക്കും. ഈയിടെയായിട്ടാ പഠിച്ചത്, നേരത്തെ ഒന്നുമല്ല. മീൻകറി ഉണ്ടാക്കും, തക്കാളിക്കറി ഉണ്ടാക്കും, ഇത് രണ്ടും ഉണ്ടാക്കും. പിന്നെ പുട്ട്, ദോശ അതൊന്നും ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. അയ്യോ, അതൊക്കെ ഇത്തിരി പാടുള്ള പണിയാ. ഇത് മറ്റേ ഞാൻ പറഞ്ഞ ബാബു ജോസ് ഇല്ലേ, നമ്മളെ പടത്തിലെടുത്ത് എന്നെ എടുത്തെന്ന് പറഞ്ഞില്ലേ ആദ്യമായിട്ട് കോമഡി കസിൻസ്, അതിലെ ബാബു ചേട്ടനെ പഠിപ്പിച്ചെന്ന് 2-3 തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ടൊക്കെ വിജയമായിരുന്നു. അപ്പോൾ ഇതിന്ന് എങ്ങനെയാണ് ഇപ്പത്തെ ഒരു ഫിഗറിലേക്ക് എത്തിയത്? ഞാൻ ഈ സമയമൊക്കെ എപ്പോഴും അഭിനയിക്കാനുള്ള പരിപാടികൾ നടക്കില്ല എന്നുള്ളൊരു തോന്നൽ ഒരു സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വന്നിരുന്നു. എഴുത്തിലേക്ക് വന്നപ്പോൾ എഴുത്തിൽ വരുമാനം കിട്ടുന്നുണ്ട്, പക്ഷെ ആരും എന്നെ അഭിനയത്തിലേക്ക് ആവുന്നില്ല. അപ്പം അത് വന്നപ്പോഴേക്കും ഞാൻ തന്നെ തീരുമാനിച്ച് ഇനിയിപ്പം അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ശ്രദ്ധിക്കാൻ അത് പോകുമല്ലോ. അതിന് വരെ എനിക്ക് തോന്നുന്നു മഹാരാജി പഠിക്കണ വരെ കുഴപ്പമില്ല, നമുക്ക് പടത്തിൽ വരാം എന്നുള്ള രീതിയിലൊക്കെയാണ് ഫീച്ചർ കൊണ്ടുവരുന്നത് വെച്ചാൽ. പിന്നെ അങ്ങോട്ട് കയ്യിൽ നിന്ന് പോയി. പിന്നെ ഇതായി ഇങ്ങനെയായി. ഞാൻ പോലും അറിഞ്ഞിട്ടില്ല ഇത്ര ആയത്. B.Ed പഠിക്കാൻ പോയപ്പോഴേക്കും അവിടെ വെച്ചിട്ട് 117 പെൺപിള്ളേരുള്ളതിൽ 3 ആൺപിള്ളേരായിരുന്നു ഞങ്ങൾ B.Edന്. അതിലൊരു പെങ്കുവെച്ച് തന്നെ പോടാ പൊണ്ണത്തടിയാന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ
അല്ല അത് ഇത്ര വലിയ ഇതാക്കാനൊന്നുമില്ല. ഞങ്ങളതൊക്കെ ഭയങ്കര കൂളായിട്ട് കേട്ടിട്ടുള്ള അല്ലേ? ഇതല്ലല്ലോ ഇത് പൊണ്ണത്തടിയാന്നൊക്കെ പറഞ്ഞാൽ ഒന്നും അല്ലല്ലോ. അതിന്റെ അപ്പുറം നമ്മള് 1ാം ക്ലാസ് പോലെ കേൾക്കണല്ലേ. അപ്പൊ അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് പൊണ്ണത്തടിയാ എനിക്കോ എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മളങ്ങോട്ട് സെറ്റാക്കിയില്ലേ. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് തുടങ്ങി. ഞാൻ ഒരു സൈക്കിള് മേടിച്ചു. എന്നിട്ട് ഹോസ്റ്റലിൽ നിന്ന് ക്ലാസ് വരെ സൈക്കിള് ചവിട്ടിപ്പോയി, ഡയറ്റ് എടുത്തു. അങ്ങനെ കുറഞ്ഞു ഗ്രാജുവലി വന്നു. എന്നാലും ഒരു പരിധി കൂടുതൽ കുറയുണ്ടായിരുന്നില്ല. ബോംബ് ചെയ്ത സമയം മുതലാണ് ഞാൻ കൃത്യമായിട്ട് നല്ല ഡയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ലാസ്റ്റത്തെ സിനിമയില്ലേ വെടിക്കെട്ട്, ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമയില്ലേ ഞാൻ വിഷ്ണുവും കൂടി, അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 18 കിലോയാണ് ഞാൻ കുറച്ച്. എനിക്ക് 66 ഉള്ളൂ അതില്. ആടരണ്ടാലും പാട്ട് നിങ്ങൾ എടുത്തു കണ്ടോ, 66 ആണ് അതില്. വളരെ ലൈറ്റാണ്. അടുത്ത ഫോട്ടോ പാപ്പട് മിഴിമോള്. അത് എന്താ പറയണേ, നമ്മൾ പല സിനിമകളിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നതൊക്കെ. പക്ഷെ ഡിഫറെൻറ്റ് ഫീലിംഗ്. നമ്മളൊരു വേറൊരു ഇതിനേക്കാളൊക്കെ എപ്പോഴാണ് നമുക്ക് സ്നേഹം വരിക എന്ന് പറയുമോ. എപ്പോഴും എല്ലാവരും പറയും പെൺകുട്ടികൾക്ക് അപ്പനോടാണ് സ്നേഹം എന്ന് പറയുമല്ലോ, സ്വാഭാവികമായിട്ട് അങ്ങനെയാണെന്ന്. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഇപ്പോൾ ഈ 3 വയസ്സായപ്പോൾ അവർ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, ഭയങ്കരമാണ്. അതാണ് അടിപൊളി, ഭയങ്കര ഫീലാണ്. അല്ല, നമ്മളോട് കാണിക്കുന്ന സ്നേഹം എന്ന് അവർ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വെറുതെ നിൽക്കുമ്പോഴും വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വരുമ്പോഴൊക്കെ വേറൊരു സന്തോഷമാണ്. സനുഷ, മീനമ്മ ഭയങ്കര എന്താ പറയണ, ഞാനായിട്ട് ഭയങ്കര സൗഹൃദമുള്ള ആളാണ്. അതായത് ഞങ്ങള് മരതകം എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇവിടെ ടിപ്പ് ജാനകി മുതൽ നമ്മൾ അറിയണ ആളാണ്. പക്ഷെ ഭയങ്കര കൂട്ടാണ്, ഭയങ്കര പ്രത്യേക എന്താ പറയുക ഒരു വൈബുള്ള ആളാണ്. എന്നെ അങ്ങനെ തന്നെയാണ്. അവള് തങ്കബലി എന്നാണ് വിളിക്കുന്നത് തന്നെ. എന്താണ് തങ്കബലിയും മീനമ്മയെന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? നമ്മുടെ ഏത് പറയുന്നു ചെന്നൈ എക്സ്പ്രസ്സിൽ ഷാരൂഖ് ഖാൻ ഇങ്ങനെ പിടിക്കണം ആ ഡയലോഗൊക്കെ ഉള്ള എനിക്ക് നല്ല സൗഹൃദമുള്ള ആളാണ്. ഇപ്പൊ ഇവിടെ ഇല്ലെന്ന് തോന്നുന്ന ആള് പുറത്തെങ്ങാണ്ടുമാണ്. ഇപ്പൊ സനുഷയുടെ കൂടെ അഭിനയിച്ചപ്പോ ഉണ്ടായ എന്തെങ്കിലും രസകരമായ ഓർമ്മകളുണ്ടോ? രസകരമായ ഓർമ്മ ഞാനൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, സനുഷ അഭിനയിക്കുമ്പോൾ ഞാനവിടെ നിൽക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ പുതിയ ആളാണ്, മനസ്സിലായില്ലേ? ഇപ്പൊ ക്യാമറയുടെ ലൈറ്റിന്റെ കേസ് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് നീങ്ങിക്കോ, ഇവിടെ നിന്നാലാണ് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയണേ. സനുഷ 70 പടവും കഴിഞ്ഞ് 3 സ്റ്റേറ്റ് അവാർഡ് ഉണ്ട് അവൾക്ക്. അപ്പോഴാണ് ഞാൻ ചെന്ന്, അപ്പോഴാണ് അത് ഞാൻ ആയിരിക്കും ദൈവമേ മൂർക്കനെയുള്ള ചവിട്ടിയത്. അയ്യോ ഇല്ല, അവള് ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആളെ. എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് അവളെ, ഭയങ്കര സ്നേഹമായിരുന്നു സെറ്റില്. അടുത്തത് ഫഫയുടെ കാര്യം താങ്ക്സ് കിട്ടുക. അത് ആദ്യമായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ എന്നോട് ആദ്യമായിട്ടാണ് ഒരു ഇന്റർവ്യൂവിൽ ഫഹദ് ഫാസിലിന്റെ കാര്യം ചോദിക്കുന്നത്. ഞങ്ങളുടെ ഒരു കൂട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ ഭയങ്കര കൂട്ടുകാരാണെന്നല്ല, നമുക്ക് അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടെന്നറിയാം, നടനാവണമെന്നും നായകനാവണമെന്നുമായിട്ട് നടക്കുകയാണെന്നറിയാം. പക്ഷെ കഴിവുണ്ടാ നമുക്കറിയത്തില്ല. ആഗ്രഹം ഉണ്ടായിട്ട് കോൺഫിഡൻസ് കുറവുണ്ടാവില്ല. കാരണം വിഷ്ണു ഹീറോ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് എന്താവും എന്നറിയില്ല. അങ്ങനെയാണ് റോൾ മോഡൽ അഭിനയിക്കാൻ ചെല്ലുന്നത്. റോൾ മോഡൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ഈ ഒരു മുൾക്കിരീടം പോലത്തെ ഒരു വിഗാണ് എനിക്ക് കിട്ടിയത്. അതും വെച്ചിട്ട് ഫസ്റ്റ് ഫൈറ്റാ ആരുടെ കൂടെ? ഫഹദ് ഫാസിലിന്റെ കൂടെ. ഞാൻ പേടിച്ചിട്ടങ്ങറായിട്ടിരിക്കുക. ഞാൻ ചെന്ന് ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞ് ഇപ്പം തന്നെ പുള്ളി എന്നോട് വന്ന് പറഞ്ഞു, നിങ്ങളൊരു ഉഗ്രം നടനാന്ന് പറഞ്ഞു എന്നോട്. അങ്ങേരുടെ ഭാഗമുണ്ട്. അത് കേട്ടതോടുകൂടി കോൺഫിഡൻസ് കൂടി. ഞാൻ ഇപ്പോഴും അത് ഓർക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ കോമഡി എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പുള്ളിനെ വിളിച്ച് ആ കോണ്ടാക്ട് പുതുക്കാനോ സംസാരിക്കാനോ, താൻ പറഞ്ഞില്ലേ ഈ സൗഹൃദങ്ങൾ കീപ്പ് ചെയ്യുന്ന ആളാന്ന് പറഞ്ഞില്ലേ. പക്ഷെ ഞാൻ സിനിമയിൽ എനിക്ക് ഭയങ്കര കുറവാണ്. കാരണം നമ്മൾ അവരുടെ പ്രൈവസിയിൽ ഒരുപാട് വിളിക്കുക, പരിപാടി ചെയ്യുക, അവർക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള അവരൊക്കെ തിരക്കാരല്ലേ. അത് കഴിഞ്ഞ് 1-2 പരിപാടിക്ക് കണ്ടിട്ടുണ്ട്. അതല്ലാതെ പിന്നെ ഇടയ്ക്ക് വിളിച്ചായിരുന്നു, ഒരു കഥ പറയണമെന്നുള്ള രീതിയിലൊക്കെ വിളിച്ചായിരുന്നു. അതൊക്കെ പ്രോസസ്സിംഗ് ആണ്. ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ ആരാ? അങ്ങനെ ഒരാൾ ഉണ്ടോ? എനിക്ക് ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ, ഞാൻ ആദ്യമായിട്ട് സിനിമ കണ്ടുവരുന്നത് വാത്സല്യം എന്ന് പറഞ്ഞ സിനിമയാണ്. വാത്സല്യമാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട സിനിമയെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിൽ നമ്മൾ കാണുമ്പോൾ മമ്മൂക്കനെ കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇങ്ങനൊരു അതെ.
അത് കഴിഞ്ഞ് വിഷ്ണു ലോകമൊക്കെ കണ്ടു ഞാൻ. വിഷ്ണു ലോകം കണ്ട് ലാലേട്ടൻ. അപ്പം ഇവർ രണ്ടുപേരും എപ്പോഴും എല്ലാവരും പറയൂലോ, ഇപ്പം ഞാനിപ്പോൾ പറയുമ്പോൾ പോലും അടിയിൽ താഴ്ത്ത് വരുന്നത് സോപ്പിട്ടോ അവരെ വെച്ച് നിർത്തിയാലേ നമ്മൾ വേറെ ആരെയും പറയാം. എൻ്റെ ചോദ്യം, എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കണ്ടു വളർന്ന അവരുടെ പേരുകളല്ലാതെ, അല്ലെങ്കിൽ എനിക്ക് ഭരത് ഗോപി സാറിന് ഭയങ്കര ഇഷ്ടമാണ്, നെടുമുടി ചേട്ടന് ഇഷ്ടമാണ്, തിലകൻ സാറിന് ഇഷ്ടമാണ്, അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പോഴത്തെ തലമുറയിൽ ഒരുപാട് പേരുണ്ട്. മലയാളത്തിൽ പിന്നെ ഒരുപാടുണ്ട്. മലയാളത്തിലുള്ള പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, ഇംഗ്ലീഷിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞില്ലേ എന്നോട് ഇംഗ്ലീഷ് സിനിമകൾ കണ്ടോന്ന്. നമ്മുടെ ഇവിടുത്തെ ഉള്ള പോലെ അത്ര റേഞ്ചുള്ള അവര് ഹോളിവുഡ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നിൽക്കുന്നുണ്ട്. നമ്മളിവിടെ അതിലും മുകളിൽ നിൽക്കുന്ന നടന്മാർ തന്നെയാണ് ഇവിടെ ഉള്ളവർ. ഇത്രയും സെർട്ടിലായിട്ട് ഇപ്പോഴല്ലേ ഇവിടെ റിയലിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞു വന്നത്. എത്രയോ കാലം മുമ്പ് സത്യൻ സാറൊക്കെ അഭിനയിക്കണോ ഞെട്ടിപ്പോ. അപ്പൊ ഒരു പ്രത്യേക പർട്ടിക്കുലർ ആക്ടറിനെ പറയാൻ അങ്ങനെ ഒരു സംഭവം ഈ പറഞ്ഞ പോലെ ഇതൊരു പൊതുവേദി ആയതുകൊണ്ടും കൂടി ഞാൻ പറയുന്നില്ല. ഞാൻ വെറുതെ എന്തിനാ നുണ പറഞ്ഞു ഇത് ചെയ്യുന്നത്. അടുത്തത് നമിത ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമുള്ള ആളാണ്. നമ്മുടെ സിനിമയിൽ എപ്പോഴും കുറേ പേർക്ക് ഭയങ്കര ജാട ഫീൽ ചെയ്യൂലേ. ഞാൻ നമിതയുടെ കൂടെ ശരിക്കും പറഞ്ഞാൽ അമറക് ബ്രന്തോണിയിൽ ഞാൻ റൈറ്ററാണ്, റോൾ മോഡലിൽ നമിതയുടെ വില്ലനാണ്. അതിനുശേഷമാണ് ഞാൻ നായകനായിട്ട് ചെല്ലുന്നത്. നമിതയാണെങ്കിൽ അന്ന് വരെ എല്ലാ നടന്മാരായിട്ടും, അതായത് വലിയ സ്റ്റാർസിൻ്റെ കൂടെ ഒക്കെ അഭിനയിച്ച് തകർത്ത് നിൽക്കുന്ന സമയമാണ്. എന്നിട്ട് പോലും എന്നോട് ഭയങ്കര സഹകരണമായിരുന്നു. ഈ പാട്ടിൽ തന്നെ ഒരു റാൻഡം ഷോട്ട് ഉണ്ട്, ഒരു അപ്പം നമുക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, എല്ലാവരും ഒക്കെ നിൽക്കുമ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ നിൽക്കാനൊക്കെ നമുക്ക് ചെറിയ മടിയൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ചുണ്ടല്ലോ നമ്മൾ അവർ സീനിയർ ആകുമ്പോൾ എന്ന് വെച്ചാൽ പെണ്ണുങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ തുടർന്ന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ചീത്ത പറയോ എന്നൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഭയങ്കര അപ്പോൾ നിങ്ങൾ നമ്മളൊക്കെ പ്രൊഫഷണൽസാണ്, ആ രീതിയിൽ കണ്ടാൽ മതി, ഇത്രയും ആളുകളുണ്ട്, ധൈര്യമായിട്ട് നിങ്ങൾ അങ്ങനെ ഒരു അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരാളാണ്. ഒരു ഫാമിലി പ്രയാഗയാണെങ്കിലും അതെ, അവരൊക്കെ പ്രയാഗയ്ക്കിട്ട് എൻ്റെ പറഞ്ഞ എൻ്റെ സ്വന്തം അനിയത്തിയാണ് പ്രയാഗ. അത്ര സ്നേഹവും ഞങ്ങൾ ഫാമിലിയായിട്ട് അത്ര സ്നേഹമുള്ള ആളാണ്. അവസാനത്തെ ഫോട്ടോ ഇത് ആക്ച്വലി ഒരു വീഡിയോ ആണ്, അതിന് ഞാനൊരു ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുക. ഇത് സ്കൂളിൽ പോയപ്പോ ഒരാളും കൂടി ഉണ്ടായിരുന്നതില് നിങ്ങളെ ഫോട്ടോ കട്ട് ചെയ്തു പോയി. ആ വന്ന് ഇരിക്കുന്ന ആളില്ലേ സൈഡില്, ഞങ്ങൾ 3 പേരാണ് ത്രിമൂർത്തികൾ. അതായത് ഞങ്ങൾ 3 പേരും ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള പിള്ളേരാ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ എഴുതിയത്. അതായത് ബിനു ആൻഡു എന്ന് പറയുന്ന ഇത് കാണുന്നുണ്ടോ? ബിനു ആൻഡു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് പാടുന്ന ആളാണ്. അവൻ്റെ 7 ഇലത്ത് നമ്മൾ പാടില്ല. ഈ നിൽക്കുന്ന ബിനു ആൻഡു എന്നെ നന്നായിട്ട് വരയ്ക്കും. അവൻ്റെ പോലെ വരയ്ക്കണമെന്ന് ആഗ്രഹിച്ച് നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക്. അതുപോലെ സുർജിത്ത്, ഞങ്ങൾ 3 പേരും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാണെന്ന് പറഞ്ഞാണ് ഞാൻ എഴുതിയേക്കണത്. കുറേ നാൾക്ക് ശേഷം ഞാൻ തന്നെയായിരുന്നു ഈ സ്കൂളിൻ്റെ ഉദ്ഘാടനം, പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ ഉദ്ഘാടനം, കലാപരിപാടിയുടെ. അപ്പോൾ ഞങ്ങൾ 3 പേരും അന്ന് പഠിച്ച അതേ ബെഞ്ചിൽ പോയിരുന്നു, ഒരു പാട്ടൊക്കെ പാടി ഇരുന്നു. അപ്പോൾ ചേട്ടാ നമുക്ക് അടുത്ത സെഗ്മെന്റിൽ നമുക്ക് പ്രയാഗനെ വിളിച്ചാലോ, ചേട്ടന്റെ ഫ്രണ്ട്. എന്നിട്ട് പ്രയാഗയോട് ചേട്ടന് 2 ഉപദേശം പറയാം. എന്നോട്? അടിപൊളി, അവള് പറയോട്ടെ കേട്ടോ. യെസ് ചക്കര, എവിടെയാ നീ? ആണോ? ഞാനേ ഇപ്പൊ വിളിച്ചത് ഇപ്പൊ ഷാജി പാപ്പൻ എന്ന് പറഞ്ഞൊരു ഇന്റർവ്യൂ നടന്നോണ്ടിരിക്കുക എന്റെ. അപ്പൊ എന്റെ ആദ്യ നായികേനെ വിളിക്കാൻ പറഞ്ഞു ഇവര്. എന്നിട്ട് നിന്നോട് ചോദിക്കാൻ പറഞ്ഞു ബിബിൻ ചേട്ടന് നിനക്ക് കൊടുക്കാനുള്ള 2 ഉപദേശം എന്താണെന്ന്. പറ എടി, ഇതൊരു ഫൺ പരിപാടിയാണ്, നീ പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ, എന്നെ ഉദ്ദേശിച്ചാൽ മതി. എന്നെ ഉപദേശിച്ചു ബിബിൻ ചേട്ടൻ ഇന്ന 2 ഉപദേശങ്ങള് നിനക്ക്. ഞാൻ പറഞ്ഞു നമ്മൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ. ഒരു ഉപദേശം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നിനക്ക് എന്താ അടക്കി ഭരിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളത് ഞാൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളോട് പറയുന്നതിന് മുമ്പ് നിങ്ങളോട് തന്നെ പറയണം. ഓക്കെ, അതായത് നിങ്ങൾക്ക് അടക്കി ഭരിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ലെന്ന് വേറെ ആരെങ്കിലും പറയുന്നതിന് മുമ്പ് ഞാൻ തന്നെ എന്നോട് പറയണമെന്ന്. അടിപൊളി. വെയിറ്റ് ചെയ്ത് നിൽക്കരുത്, ആരും അത് നിങ്ങളോട് പറയാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. ആരെങ്കിലും അത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം അത് നിങ്ങൾ
നിങ്ങളോട് പറയുന്നതിന് മുമ്പ് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തോൽവിയാണ്. കാരണം നിങ്ങൾ മുമ്പ് പറയുന്നതിന് മുമ്പ് വേറെ ആരും അത് ഫൈൻഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അത് പിന്നെ എനിക്ക് തോന്നുന്നു വേറൊരു ഉപദേശം കൊടുക്കാൻ പറ്റുന്നത്, നാളെ ഇത് ഈ സിമിലർ പോയിന്റ് ആണ്. അതായത് നാളെ വിപിനേട്ടനോട് ഇങ്ങനൊരു ഒരു സാധനം ഇമ്പ്രൂവ് ചെയ്താൽ നന്നായിരിക്കും എന്ന് വിപിനേട്ടനോട് ആരെങ്കിലും പറയുന്നതിന് മുമ്പ് വിപിനേട്ടൻ തന്നെ അത് വിപിനേട്ടനോട് പറഞ്ഞിരിക്കണം. ഓക്കെ, അത് തന്നെയല്ലേ ആദ്യത്തെയും സെയിം അല്ലേ? എനിക്ക് തോന്നുന്നു രണ്ട് സെയിം ആണല്ലേ. രണ്ടാമത്തെ ഉപദേശിച്ച് ഞാൻ എവിടെ ഒരു ഫണ്ണായിട്ടുള്ളത് പറയടി. നീ എന്റെ സ്വഭാവത്തിലുള്ള വല്ല വായ്നോട്ടം വേണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ. നീ വായനോട്ടം വേണ്ടെന്ന് ഒരിക്കലും പറയില്ല. നോക്കണം. അടുത്ത ഉപദേശിച്ചതാണ് വായ നോക്കണം. വായ നോക്കിട്ട് ഒരു എന്താ പറയാ, എനിക്ക് കുറവാണോ കൂടുതലാണോ അത് പറ. നീ വളരെ മിതത്തിലാണ്, കുറച്ച് കൂട്ടിയെ കൊള്ളാം. ഓക്കെ, താങ്ക് യു മുത്തേ. ഓക്കെ, രണ്ട് ഉപദേശമായല്ലോ. അടിപൊളി, സന്തോഷം. ഓക്കെ, താങ്ക് യു കേട്ടാ. ബൈ. ജോൺ ചേട്ടാ, അടിപൊളി, നമസ്കാരം, ഹാപ്പി ന്യൂ ഇയർ ചക്കരെ. ഞാനേ എന്നിറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മുടെ മൃഗേല പുലിയുടെ അവസ്ഥയാണ്. എപ്പോഴാ ഇറങ്ങണേന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സംഭവം പുലി ഉണ്ട് അവിടെ. ചേട്ടാ, ഞാനേ വിളിച്ചത് ഇപ്പൊ ഞാൻ മറ്റേ ഷാജി പാപ്പൻ എന്ന് പറഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തോണ്ടിരിക്കുക. അപ്പൊ ലൈവിലാണ്. അപ്പൊ ജോണി ചേട്ടനോട് ഇവര് എന്റെ കാര്യത്തിൽ 2 കാര്യങ്ങൾ ചോദിക്കാൻ പറയുന്നു. ഫണ്ണാണ് ഇത്. അപ്പൊ ഒന്നുമില്ല, ജോണി ചേട്ടന് എനിക്ക് തരാനുള്ള 2 ഉപദേശം എന്താണ്? ഇതാണ് അവര് ചോദിക്കാൻ പറയുന്നത്. ആ, അത് ആലോചിക്കാനുള്ള ചിരിയാനുള്ള. ഒന്ന് റിലീസായ സിനിമകൾ തിരുത്താൻ പോകരുത്. ആ 2 മറ്റേത് മല കയറുന്ന കാര്യമാണ്. സ്വർഗത്തിലേക്ക് നമ്മള് യാത്ര ചെയ്താലും ബിബിനോടാണ് കഷ്ടപ്പാട്. ഹലോ, പറഞ്ഞേട്ടാ, സ്വർഗത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്താൽ ബിബിൻ ജോർജ് ആണെങ്കിൽ കഷ്ടപ്പാടായിരിക്കും. ചേട്ടാ, രണ്ടാമത്തെ ഇത്രയും ക്രൂരായി പോയി. അതെ, ഞങ്ങൾ തിരുമാലി എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടിട്ട് ഹിമാലയത്തിലേക്ക് പോയാണ് അല്ലേ? ലഡാക്കും കാശ്മീരിന്റെ അറ്റമൊക്കെ എത്തിയത്. അതാണ് പറഞ്ഞത്. ഭൂമിയിലൊരു സ്വർഗം അവിടെ ഉള്ള. ആ അയ്യോ, ഇത് ഷാജി പാപ്പൻ എന്ന് പറഞ്ഞൊരു ഷോയാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. അപ്പൊ അന്ന് 2 ചേട്ടനോട് ചോദിച്ചു, കിട്ടി. സന്തോഷമായി. എനിക്കിട്ടാണ് പക്ഷെ കിട്ടിയത്. ഹാപ്പി ന്യൂ ഇയർ ചേട്ടാ. ഓക്കെ, അപ്പോൾ ചേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സിസ്റ്റർ. നന്നായിട്ട് പഠിച്ചിട്ട് വന്ന സിസ്റ്റർ.